ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാവിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 2 ദിവസം നമ്മൾ വീഡിയോ ഒന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, ബിസി ആയിരുന്നു. ഇപ്പോൾ രാത്രി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ചുരത്തിലാണ്, ഈങ്ങാപ്പുഴയ്ക്ക് പോവുകയാണ്. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലാമിക്കുട്ടൻ്റെ ഉപ്പച്ചി പൊതുവെ ഫ്രീ ആവുന്നത് രാത്രിയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ രാത്രിയൊക്കെ നമ്മൾ യാത്ര മാറ്റി വെച്ചത് കേട്ടോ. ചുരത്തിൽ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ രാത്രി ആയാലും ബ്ലോക്കിന് കുറവൊന്നുമില്ല. പൊതുവെ വയനാട്ടുകാരുടെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് വേണം വയനാട്ടിൻ്റെ പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ, അതായത് വെള്ളിയാഴ്ച രാവിലെയാണ്. നമ്മൾ മേമൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, വേറെ ഒന്നുമില്ല, ഹൗസ് വാമിംഗ് ആണ്. മേമ പുതിയ വീടെടുത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാമിക്കുട്ടിയും ഇക്കാക്കയും ഇത്താത്തയും എല്ലാവരും ഇവിടെ ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലാമിക്കുട്ടിക്ക് ഭയങ്കര തിരക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് താത്താൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളൊക്കെ തുറക്കാനായതല്ലേ, അന്നേരം നമുക്ക് കുറച്ച് സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള കുറച്ച് പർച്ചേസുകളുണ്ട്. ബാഗ്, കുട കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടുത്തെ സെലക്ഷനും അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ കണ്ടാൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്തായാലും കാണിച്ചു തരാം കേട്ടോ. പോവാം. അങ്ങനെ നമ്മളിതാ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറി പോവുകയാണ്. വഴിയിൽ നിറയെ പുല്ലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു പൊറുതിയേട്. കാരണം നമുക്ക് പുല്ല് കാണുമ്പോൾ അത് അവിടെ കളഞ്ഞിട്ട് പോരുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണല്ലോ. പക്ഷേ വണ്ടിയിൽ പോകുമ്പോൾ എന്തായാലും പുല്ലരിയാൻ നിവൃത്തിയില്ലല്ലോ. ഇന്ന് അവിടെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലാമിക്കുട്ടിനെ കൊണ്ടിക്കാക്ക് പോവുകയാണ് കേട്ടോ. ഇത് വേറെ ഒന്നല്ല, ഇത് പിന്നെ എൻ്റെ ഉമ്മ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. ബാഗിൻ്റെയും കുടേൻ്റെയും കമ്പനിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും പോയി നോക്കാം. നമ്മൾ ഫസ്റ്റിൽ ചെല്ലുമ്പോൾ ഒരു ചമ്മലും നാണമൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴതാ ലാമിക്കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാധനം അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുടേൻ്റെ പിപ്പിയാണ്, അതെടുത്ത് കൊണ്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വരും. ഇക്കാക്കി താത്തേക്ക് കയറിപ്പോയി. ലാമിക്കുട്ടി ഇതെന്തെങ്കിലും ഒന്നും ആവാണ്ട് എനിക്ക് കയറില്ല കേട്ടോ അത്തേക്ക്. ഇനി അത് ഒക്കെ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ലാമിക്കുട്ടി അകത്തേക്ക് വരുന്നത്. അവിടെ എത്തിയപ്പോൾ ലാമിക്കുട്ടിക്ക് അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു പോകുകയെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. ഞാൻ എടുത്ത് തട്ടിക്കയറ്റി ഒക്കെ തെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അകത്തേക്ക് പോവാം. ഇതൊക്കെ ഈ റെഡിയാക്കുന്ന ബാഗും കുടകളൊക്കെയാണ്. പിന്നെ ലാമിക്കുട്ടീൻ്റെ ഉമ്മമ്മ ഇത് മുന്നിൽ പോകുന്നുണ്ട്. ഈ വലിയ കുട്ടികൾക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ മേലെയാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മേലേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോഴും ലാമി അതാ പതിവ് വല്ലവി തന്നെയാണ്, തിരിച്ചു പോകാൻ. ഒക്കെ അന്തരീക്ഷം തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെ എന്തായാലും മിഠായി വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. നമ്മളത് ഉള്ളിലേക്ക് കയറിയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഫേസൊന്നും കാണിക്കാത്തത്. പിന്നെ അങ്ങനെ ഇതാ നമ്മളിവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ എല്ലാവർക്കും, ഏതാ എടുക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനെ കുറേ നേരം തിരഞ്ഞ് എന്തായാലും ഇഷ്ടപ്പെട്ട ബാഗും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എൻ്റെ ഇടയിൽ ലാമി സെലക്ട് ചെയ്യാൻ കൂടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കളിക്കുന്നുണ്ട്. ലാമിക്ക് അവിടെ എത്തിയപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇപ്പോഴേറെ ലാമിനെയും കൊണ്ട് പുറത്ത് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇക്കാക്കൊക്കെ ഇവിടെ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ബാഗ് തിരിച്ചും മറിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അത് കുറച്ചും കൂടെ വലിപ്പം കുറവാണ്. ഇക്കാക്ക ഈ പ്രാവശ്യം 6ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ കൂടുതൽ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ബാഗ് എടുക്കാനും പറ്റില്ല. അങ്ങനെ വീണ്ടും നമ്മൾ തെരച്ചിൽ ആരംഭിച്ചു. ലാമി അതിൻ്റെ ഇടയിൽ വന്ന് ബാഗ് സെലക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇക്കാക്കാണക്കാണെങ്കിൽ ആ നേരത്തെ എടുത്ത ബാഗ് നല്ല ഇഷ്ടമായതുകൊണ്ട് അതന്നെ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ഇതിൻ്റെ വലിപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ലാമിക്കുട്ടീൻ്റെ ഉമ്മമ്മ അതാ വേറൊരു ബാഗ് എടുത്ത് നല്ലൊരു ബാഗ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, വലിപ്പമുണ്ട്. പക്ഷേ
അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് വിനിക്കാക്ക സെലക്ട് ചെയ്തത്. വിനിക്കാക്കുള്ള ബാഗ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വേറൊരു റൂമിലേക്ക് വന്നു. ലാമിക്കുട്ടി ഇത്താത്താക്ക് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ റൂമിൽ ഇതേപോലെ നിറയെ ബാഗും കാര്യങ്ങളൊക്കെ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോഴാണിത് അവിടെ വേറൊരു സംഭവം കണ്ടത്. ഇത് കുട്ടിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കാണുമ്പോൾ ഒരു കുഞ്ഞി ബാഗ്, എന്നാലും നല്ല ഭംഗിയുണ്ട്, നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഈ കുട്ടിക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മദ്രസയിൽ പോകുന്ന സമയത്ത്, അതേപോലെ ഉച്ചവരെ ക്ലാസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബാഗ്. അങ്ങനെ ആ ബാഗിൻ്റെ ഭംഗി കണ്ടപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ബാഗും കൂടി എടുത്തു. അങ്ങനെ നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ബാഗ് കേട്ടോ, ശരിക്കും ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ബാഗ്. പിന്നെ നമ്മൾ 4 വലിയവർക്കുള്ള കുടയും എടുത്തു, മൊത്തം 3 ബാഗും എടുത്തു. ഇത്താത്താക്ക് നമ്മൾ വാങ്ങിയ ബാഗ് കേട്ടോ. ലാമിക്കുട്ടീൻ്റെ ഇത്താത്താക്ക് ആ ബ്ലാക്കാണ് എടുത്തത്. ആ മോഡൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഓർക്ക് ഇഷ്ടത്തിന് ഒരു സെലക്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ 4 വലിയ കുടയും 3 ബാഗും ലാമിക്കുട്ടിക്ക് ഒരു പുള്ളിക്കുടയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ ലാമിക്കുട്ടീൻ്റെ കുട ഇതാണ് കേട്ടോ. ലാമിക്കുട്ടി കുട കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കയ്യിൽ നിന്ന് ഇറക്കി വെച്ചിട്ടില്ല. ഇനി നമ്മളിവിടുന്ന് വേറൊരു വണ്ടി കയറിയിട്ട് ഇങ്ങാപ്പുഴ ടൗണിലേക്ക് പോകണം കേട്ടോ. അവിടെ കുറച്ചും കൂടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുള്ളൂ. ഞാൻ പക്ഷേ ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. കാരണം ഒരുപാട് ലെങ്തി ആക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഒന്നും ബോറടിപ്പിക്കുന്നത് ശരിയില്ല. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ്.